ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് അയല മീൻ വ്യത്യസ്തമായ ഒരു രുചിയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ആദ്യമായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, സവാള എന്നിവയാണ്. ഇതെല്ലാം കൂടെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മിക്സി ജാറിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതെല്ലാം ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് ഒന്ന് മൂപ്പിച്ച ശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതെല്ലാം വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ കൂട്ട്. നെല്ലിക്കയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മിക്സി ജാറിലേക്ക് കുറച്ച് തേങ്ങയും നെല്ലിക്കയും കുറച്ച് ഇഞ്ചിയും കുറച്ച് വാളംപുളിയുമാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി കറിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇതാ ഇപ്പോൾ അരപ്പൊക്കെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ തേങ്ങാക്കൂട്ടും അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് തരിതരിയായിട്ട് അരച്ചെടുക്കാം. ഇനി തേങ്ങാക്കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൂട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതും നല്ലതുപോലെ ഒന്ന് കുറച്ച് നേരം നമുക്ക് വഴറ്റിയെടുക്കാം. എല്ലാ കൂട്ടുകാരും വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇപ്പോൾ തേങ്ങയൊക്കെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മിക്സി ജാറ് കഴുകിയ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന അയല മീൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ മീനെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മീനെല്ലാം കറിയിൽ മുങ്ങിക്കിടക്കത്തക്ക വിധത്തിലാക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കറി അടച്ചു വെച്ചിട്ട് കുറച്ച് നേരമായി. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ കറിയൊക്കെ നല്ലതുപോലെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പരുവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് കറി ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള രുചിയുള്ള അയലക്കറി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.